ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 44-ാമത്തെ ശ്ലോകം നോക്കാം. ദുർലഭൈവ കഥാലോകേ ശ്രീമദ്ഭാഗവതോദ്ഭവ കോടിജന്മസമുത്ഥേന പുണ്യേനൈവ തു ലഭ്യതേ. ഈ ഒരു ശ്ലോകത്തിൽ അപ്പോൾ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു. അത് കേൾക്കാൻ കഴിയാതെ പോകുന്നവരുടെ ഈ ഒരു ഭാഗവത കഥയെ ഒരു അല്പമെങ്കിലും ഒന്ന് അറിയുവാനോ കേൾക്കുവാനോ കഴിയാതെ പോകുന്നവരെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ 2-3 ശ്ലോകങ്ങളിലായിട്ട് സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞത്. ഇനിയും ഇത് കേൾക്കണമെങ്കിൽ ഇത് ആർക്കേ കേൾക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. ദുർലഭൈവ കഥാലോകേ. ദുർലഭ ഏവാണ് ദുർലഭൈവ. വളരെ ദുർലഭമായിട്ടേ കിട്ടുകയുള്ളൂ ഇത്. ദുർലഭമായിട്ട് മാത്രമേ ഉള്ളൂ ഇത്. അത് ഏവ എന്നവിടെ ഉറപ്പിക്കുകയാണ് തന്നെ. അങ്ങനെ തന്നെയുള്ളൂ. എന്താ കഥ, ഈ കഥയെ, ഈ ഭഗവത് കഥകളെ ലോകേ ലോകത്തിൽ എങ്ങനെ ശ്രീമദ് ഭാഗവതോത്ഭവ, ശ്രീമദ് ഭാഗവതത്തിൽ ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിട്ടുള്ള ഈ ഭാഗവത കഥ ഇത് ഒരാളിലേക്ക് എത്തണമെങ്കിൽ, അത് കേൾക്കാൻ കഴിയണമെങ്കിൽ, അത് നമുക്കൊന്ന് അറിയാൻ പഠിക്കാൻ കഴിയണമെങ്കിൽ അത് വളരെ ദുർലഭമായിട്ടേ അത് കിട്ടുകയുള്ളൂ. അതിനെന്താ വേണ്ടതെന്നാണെങ്കിൽ കോടി ജന്മസമുത്ഥേന. കോടി ജന്മസമുത്ഥേന. ഇവിടെ കോടി ജന്മങ്ങളിൽ, ഇവിടെ കോടി എന്നുള്ളതിന് അനേകം എന്നൊരു അർത്ഥവും കൂടി സാധാരണ ആചാര്യന്മാർ കൽപ്പിക്കാറുണ്ട്. അതായത് അനേകം ജന്മങ്ങളിൽ, കോടിക്കണക്കിന് ജന്മങ്ങളിൽ. നമ്മൾ സഹസ്രനാമങ്ങൾ പറയുമ്പോൾ അല്ലെ, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, പൊതുവേ നമ്മൾ പറയും 1000 നാമങ്ങൾ. പക്ഷെ നമ്മൾ നോക്കിയാൽ 1000-ലധികം നാമങ്ങളുണ്ട്. അപ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട് ഈ സഹസ്രം എന്നുള്ളതിനും അനേകം എന്നുള്ള അർത്ഥത്തിൽ അവിടെ നമുക്കത് എടുക്കാവുന്നതാണ്. അതേപോലെയാണ് കോടി എന്നുള്ളതിനും. കോടി എന്നുള്ളതിന് അനേകമെന്നും നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കുന്ന കോടി എന്നും, അതേപോലെ പല തരത്തിലുള്ള പല പ്രകാരത്തിലുള്ളത് എന്നും അർത്ഥം പറയാൻ നമ്മൾ പറയാറില്ല. 33 കോടി ദേവന്മാർ എന്ന് പറഞ്ഞാൽ 33 കോടി എന്ന് പറഞ്ഞാൽ 33 തരത്തിലുള്ള ദേവന്മാരെന്നാണ് അർത്ഥം. അല്ലാതെ 33 കോടി എന്നുള്ള നമ്മൾ സാധാരണ പറയുന്ന കോടിയുടെ കണക്കല്ല അവിടെയുള്ളത്. ഈ 33 കോടി ദേവന്മാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. 12 ആദിത്യന്മാർ, പിന്നെ 11 രുദ്രന്മാർ. അപ്പം 12 ആദിത്യന്മാരെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ 12 പേരായി അല്ലേ. 12 12, 11 രുദ്രന്മാർ, 11 രുദ്രന്മാർ. പിന്നെയോ പിന്നെ അടുത്തത് അഷ്ടവസുക്കൾ. അഷ്ട എന്നാൽ 8, അപ്പോൾ 11 12 8. പിന്നെ പ്രജാപതി, അതേപോലെ വഷട്കാരൻ. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് 33 എന്നുള്ള കണക്ക് വരുന്നത്. അങ്ങനെ 33 തരത്തിലുള്ള ദേവന്മാരുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ കോടി ജന്മസമുത്ഥേന എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് അല്ലെങ്കിൽ അനേകം ജന്മങ്ങളിൽ സമുത്ഥേന ചെയ്തിട്ടുള്ള, അനേക ജന്മങ്ങളിലായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള എന്താ പുണ്യേനൈവ തു ലഭ്യതേ. പുണ്യേന ഏവാണ് പുണ്യേനൈവ. പുണ്യേന പുണ്യം കൊണ്ട്, ഏവ എന്നാൽ മാത്രമേ, പുണ്യം കൊണ്ടു മാത്രമേ, കോടി ജന്മങ്ങളിലായി ഈ ജീവൻ ചേർത്ത് വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള പുണ്യമൊന്നുകൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്ത്? ഈ ഭാഗവത കഥ എന്ന് പറയുന്നത് പുണ്യേനൈവതു ലഭ്യത, ലഭ്യത കിട്ടുകയുള്ളൂ. ഈ ശ്രീമദ് ഭാഗവത കഥ അതിൽ ഒരു ശ്ലോകമെങ്കിലും കേൾക്കാൻ കഴിയണമെങ്കിൽ, പഠിക്കാൻ കഴിയണമെങ്കിൽ അതിന് ഈ ജീവന് കടന്നു വന്നിട്ടുള്ള അനേകം ജന്മങ്ങളിൽ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുണ്യം കൂടെ ഉണ്ടാവുക തന്നെ വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഭാഗവത കഥയെ കേൾക്കുവാനോ പഠിക്കുവാനോ ഒക്കെ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ അതില്ലാത്തവരെക്കുറിച്ച് മൂഢന്മാർ, നിന്ദ്യർ, നികൃഷ്ടർ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമ്മൾ അറിയുന്നില്ലെങ്കിലും എത്രയോ എത്രയോ ജന്മങ്ങളിലെ എന്തൊക്കെയോ പുണ്യകർമ്മങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതെല്ലാം അറിയുന്ന ഭഗവാൻ ഈ ഒരു ജന്മത്തിൽ ആ പുണ്യങ്ങളുടെ എല്ലാം കണക്ക് ചേർത്ത് നമുക്കൊക്കെ തന്ന ഒരു അപൂർവ സൗഭാഗ്യമാണ്, ഒരു അസുലഭ ഭാഗ്യമാണ്
നമുക്കൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ ശ്രീമദ് ഭാഗവതത്തെ നമുക്കൊന്ന് കൈകൊണ്ടെടുക്കാനും ഒരു ശ്ലോകമെങ്കിലും വായിക്കാനും പഠിക്കുവാനുമായിട്ട് ഭഗവാന്റെ കരുണാകടാക്ഷമുണ്ടായത് നമ്മളെക്കൊണ്ട് അതേ ഭഗവാൻ തന്നെ ഏതൊക്കെയോ ജന്മങ്ങളിൽ അതിന് വഴിവെക്കുകയും നമ്മളെക്കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത പുണ്യങ്ങൾ തന്നെയാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദുർലഭൈവ കഥാലോകേ ശ്രീമദ് ഭാഗവതോദ്ഭവ കോടിജന്മസമുത്ഥേന പുണ്യേനൈവ തു ലഭ്യതേ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ശ്രീമദ് ഭാഗവതോദ്ഭവ, അവിടെ താ ഭാ ഒക്കെയാണ്, അതൊക്കെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കോടി ജന്മസമുത്ഥേന, പലപ്പോഴും നമ്മൾ കോടി എന്ന് പറയാൻ ഡായല്ല ടായാണ് അവിടെ വരേണ്ടതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. കോടി ജന്മസമുത്ഥേന. ഇത് ഇത്രയുമാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനുള്ളത്. ഇനിയും 45-ാമത്തെ ശ്ലോകം. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസാ പ്രയത്നത ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. ഈ ഒരു ശ്ലോകത്തിൽ, തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞത് ഈ ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുവാൻ അഥവാ പഠിക്കുവാനുള്ള ഭാഗ്യം കിട്ടാൻ അതിനുവേണ്ട യോഗ്യത എന്താണെന്നായിരുന്നു പറഞ്ഞത് അല്ലേ. കോടിജന്മ സമുത്ഥേന പുണ്യേനൈവ തു ലഭ്യതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചാൽ ഇനിയും ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് ഇത് പഠിക്കുക എന്നൊന്ന് നമുക്കൊന്ന് പറഞ്ഞു തരികയാണ്. എന്ത്? തേന യോഗനിധേ ധീമൻ. തേന, അതുകൊണ്ട് യോഗനിധേ, യോഗനിധിയും ധീമൻ, ധീ എന്നാൽ ബുദ്ധി, ധീമൻ ബുദ്ധിമാനുമായിട്ടുള്ള, അല്ലയോ നോക്കിവിടെ ശ്രീ നാരദ മഹർഷിയെ സംബോധന ചെയ്യുകയാണ്. യോഗനിധേ ധീമൻ, അല്ലയോ യോഗനിധിയായിട്ടുള്ളവനെ, അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയെ എന്താ പറയുന്നത്? ശ്രോതവ്യാസ പ്രയത്നത. ശ്രോതവ്യ എന്ന് പറഞ്ഞാൽ കേട്ടാലും, എന്ത്? സാ എന്ന് പറഞ്ഞാൽ ഇവിടെ സാ എന്ന് ദീർഘം വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീലിംഗ ശബ്ദമാണ്. സ എന്ന് മാത്രം വരുന്നത് പുല്ലിംഗ ശബ്ദം, അവൻ എന്നുള്ളത്. സാ എന്ന് ദീർഘം വന്നാൽ സ്ത്രീലിംഗ ശബ്ദമാണ് അവൾ എന്നുള്ളത്. ഇവിടെ സ്ത്രീലിംഗ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗവത കഥയെ. ഇവിടെ ഗ്രന്ഥങ്ങളെയൊക്കെ പൊതുവേ നമ്മൾ ഒരു സ്ത്രീ ഭാവത്തിലാണ് കാണുന്നത്, ഒരു ദേവീ ഭാവത്തിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും ഈ ശ്രീമദ് ഭാഗവത കഥയെ പ്രയത്നത എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയത്നിച്ചിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ശ്രീമദ് ഭാഗവത കഥയെ പറയുകയാണ്. എന്താ? തേനയോഗനിധേ ധീമൻ ശ്രോതവ്യാസ പ്രയത്നത ദിനാനാം നിയമോ നാസ്തി. ദിനാനാം എന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നിയമങ്ങൾ അല്ലെങ്കിൽ കണക്കുകൾ, നമ്മൾ എത്ര ദിവസം കൊണ്ട് കേൾക്കണം അങ്ങനെയുള്ള നിയമങ്ങൾ ഒക്കെ, ദിവസങ്ങളുടെ കണക്കുകൾ നാസ്തി ഒട്ടും ഇല്ല തന്നെ. പകരമോ സർവദാ ശ്രവണം മതം. സർവദാ എപ്പോഴും ശ്രവണം കേൾക്കാമെന്നാണ് മതം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം അഥവാ ജ്ഞാനികളുടെ അഭിപ്രായം. ഇവിടെ ശ്രീ സനൽകുമാരാദി മഹർഷിമാർ പറയുകയാണ് അങ്ങനെയാണ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കൂടിയിരിക്കുന്ന അത്രയും ആ ഒരു വലിയൊരു സദസ്സിൽ ഏറ്റവും പരമജ്ഞാനികളായിട്ടുള്ളവരാണ് ഈ സനൽകുമാരാദി മഹർഷിമാർ. ആ ജ്ഞാനികളുടെ അഭിപ്രായത്തിൽ പറയുകയാണ് ഈ ശ്രീമദ് ഭാഗവത കഥയെ ഇത്ര ദിവസം കൊണ്ട് കേൾക്കണമെന്നൊരു നിയമമില്ല. അത് ഇവിടെ ശ്രീ പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തു അല്ലേ. ചില സമയങ്ങളിൽ നമുക്ക് നോക്കിയാൽ ശ്രീമദ് ഭാഗവതത്തെ നവാഹമായിട്ട് നടത്താറുണ്ട് 9 ദിവസം കൊണ്ട്. അതുപോലെ ദ്വാദശാഹമായിട്ട് നടത്താറുണ്ട്, 12 ദിവസങ്ങളായിട്ട് നടത്താറുണ്ട്. അപ്പോൾ ഇതിന് ഒരു കണക്കില്ല. ഇത്ര ദിവസം കൊണ്ട് ഇത് പഠിക്കണം അല്ലെങ്കിൽ ഇന്നപ്പോഴേ വായിക്കാവൂ, ഇങ്ങനെയൊന്നും ഒരു കണക്കുമില്ല. പലപ്പോഴും
പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, സംശയം ചോദിക്കുന്ന കേൾക്കാറുണ്ട്, ഇത് ഉച്ചയ്ക്ക് വായിക്കാമോ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നിർത്തി വയ്ക്കണം, അല്ലെങ്കിൽ രാത്രിയിൽ വായിക്കാമോ. ഈ ശ്രീമദ് ഭാഗവത കഥ അതിനാദ്യമേ പറഞ്ഞു സദാസേവ്യ സദാസേവ്യ അല്ലേ, മുൻപൊരു ശ്ലോകത്തിൽ പറഞ്ഞു എപ്പോഴും സേവിച്ചോളൂ. ഇതിന് ദിനരാത്രങ്ങളുടെ ഭേദം ഇല്ല, പഠിക്കുന്നതിന് ദിവസങ്ങളുടെ കണക്കുകളുടെ നിയമവുമില്ല, അഥവാ എല്ലാ നിയമങ്ങൾക്കും അതീതമാണ് ശ്രീമദ് ഭാഗവത കഥ. അത് എപ്പോൾ വേണമെങ്കിലും, ഇത്ര ദിവസം ഇന്ന ദിവസമെന്നില്ല, ഇത്ര ദിവസമെന്നില്ല, ഇന്ന സമയമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും വായിക്കാം, പഠിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും വായിക്കാവുന്നതാണിത്, അല്ലയോ? യോഗനിധിയായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി അങ്ങ് കേട്ടാലും ഇത് ശ്രീ നാരദ മഹർഷിക്കായിട്ട് കൊടുക്കുന്ന ഉപദേശമല്ല, നാരദ മഹർഷിക്കായിക്കൊണ്ടെന്ന വണ്ണം നമുക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ അന്ധമായിട്ടുള്ള പല സംശയങ്ങളും ഒരു ഭയമാണ് പലപ്പോഴും നമുക്ക് ഇതുപോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യാൻ. ഇന്ന സമയത്ത് വായിക്കാമോ, ഇന്നപ്പോൾ കേൾക്കാമോ, അത് ദോഷമാണോ, ഇങ്ങനെയുള്ള അനവധി അന്ധമായിട്ടുള്ള ചില അവിശ്വാസപരമായിട്ടുള്ള പല ചിന്തകളും നമ്മളെയൊക്കെ മഥിക്കാറുണ്ട്. ആ നമുക്കായിട്ട് പറഞ്ഞിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും പഠിച്ചോളൂ, വായിച്ചോളൂ, കേട്ടോളൂ. അതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്ന് തന്നെയല്ല, ആ ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട്, ഭഗവാനോട് കൂടുതൽ നമുക്കടുക്കുന്നതിനായി, നമ്മുടെ ഉള്ളിലെ കൽമഷങ്ങളെ ഇല്ലാതെയാക്കുന്നതിനായി, നമ്മളെ ആ വെറും നികൃഷ്ട ജന്മങ്ങളാക്കി മാറ്റാതെ വെറും മൂഢത്വ ഭാവത്തിൽ നിന്നും ഭഗവാനെ ആ സദ്ഭാവത്തിലേക്ക് ഉയർത്തുന്നതിനായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുള്ള ഈ ഭാഗവത കഥയെ, സാക്ഷാൽ ഭഗവാൻ തന്നെ തൻ്റെ തന്നെ ചൈതന്യത്തെ ലയിപ്പിച്ചു ചേർത്തിട്ടുള്ള ഈ ഭാഗവത കഥയെ ഓരോ അക്ഷരങ്ങളിലൂടെയും ആ ഭഗവാനെ കാണുവാൻ ഭഗവാൻ നമുക്ക് കനിഞ്ഞു തന്നിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഈ ഭാഗവത കഥ. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തെ സദാസേവ്യ സദാസേവ്യ എപ്പോൾ വേണമെങ്കിലും കേട്ടുകൊള്ളൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസാ പ്രയത്നത ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. ഇവിടെ ഒന്നുകൂടി അവിടെ എടുത്തു പറഞ്ഞെന്താ, പ്രയത്നത, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പോലും ഇതറിയാൻ ശ്രമിക്കൂ, കുറച്ച് പഠിക്കാൻ ശ്രമിക്കൂ. കഷ്ടപ്പാട് നമുക്ക് എന്നും ഒന്നും തന്നെയും അല്പം പോലും കഷ്ടപ്പാടില്ലാതെ നമുക്ക് നേടാൻ കഴിയില്ല അല്ലേ. അപ്പോൾ എന്ത് നേടണമെങ്കിലും അതിൻ്റെ പിന്നിലൊരു പ്രയത്നം ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സദ്ഗ്രന്ഥങ്ങൾ പഠിക്കണമെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ പ്രയത്നങ്ങൾ ഏറെയാണ്. കാരണം എപ്പോഴും സത്കർമ്മങ്ങൾ ചെയ്യാൻ ഒരുമ്പെടുമ്പോൾ പ്രതിബന്ധങ്ങൾ ഒക്കെ എപ്പോഴും കൂടുതലായി വന്നുകൊണ്ടിരിക്കും. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ആ ഭഗവാനിലേക്ക് അടുക്കുവാനായിക്കൊണ്ട് നന്നേ പ്രയാസപ്പെട്ടിട്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പ്രയത്നിച്ചിട്ടാണെങ്കിലും ഇതല്പമെങ്കിലും പഠിക്കുവാൻ ഈ മനുഷ്യജന്മത്തിൽ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതാണ്. എത്രയോ ദുർലഭമായിട്ട് മാത്രമാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. അത് പാഴാക്കി കളയരുതേ എന്ന് ഉപദേശിക്കുകയാണിവിടെ. ഇവിടെ എപ്പോഴും കേൾക്കണമെന്ന് പറയുമ്പോൾ അല്ലേ, ഇത് നമുക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തിനാണിത് എപ്പോഴും കേൾക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, മദ്യപന്മാരുടെ മദ്യം, ആ മദ്യലഹരി ഒരു സമയം കഴിയുമ്പോൾ വിട്ടുപോകുന്നത് പോലെ നമ്മളെപ്പോഴും ഇതിനോടൊരു ആത്മബന്ധം പുലർത്തിക്കൊണ്ടിരുന്നില്ലെങ്കിൽ പതിയെ പതിയെ നമ്മളും ആ നേടിയെടുക്കുന്ന സത്വഭാവത്തിൻ്റെ വീര്യം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. ഒരാൾ മദ്യമടിച്ചുകൊണ്ട് ഏതൊരു ഈ പ്രപഞ്ചത്തെ തന്നെ മറന്നുകൊണ്ടൊരു അബോധ തലത്തിലേക്ക് പോകുന്നുവോ, അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശൗര്യം, ഒരു വീര്യമുള്ളതാണ്, തേജസ്സുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത കഥയെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏതൊരു സൽഗ്രന്ഥത്തെയും പാരായണം ചെയ്തുകൊണ്ട് അതിനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സജ്ജനം ആ ഒരു പരമാനന്ദത്തെ അനുഭവിക്കുന്നത്, ആ പരമാനന്ദത്തിൻ്റെയും ആ ഒരു വീര്യം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡിഗ്രി കുറഞ്ഞു വരാം. അതിൽ നിന്നും
നമ്മൾ ആ ഒരു ആത്മബന്ധത്തിൽ നിന്നും വിട്ടുപോകും തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ സദാ ആ ഒരു ആത്മബന്ധം അതുമായിട്ട് കാത്തു സൂക്ഷിക്കുക. അഥവാ അതുകൊണ്ടാണ് പറഞ്ഞത് സദാസേവ്യ സദാസേവ്യ. ഇനിയും ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. തേന യോഗനിധേ ധീമൻ ശ്രോതവ്യാസാ പ്രയത്നത ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രോതവ്യ അവിടെ പലപ്പോഴും സ ഉച്ചരിച്ച് കേൾക്കാറുണ്ട്. ശ്രോതവ്യ അല്ല, ശ്രോതവ്യാണ്, ഷായാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ പ്രയത്നത അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതിൻ്റെ അടുത്തത് ദിനാനാം നിയമോ നാസ്തി സർവദാ ശ്രവണം മതം. അവിടെ ശ്രവണം ഷ, അതുപോലെ മതം മതം ആകരുത്. പലപ്പോഴും വായിക്കുമ്പോൾ ദകാരം വരാറുണ്ട്, ദായല്ല തായാണ്. തകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 46-ാമത്തെ ശ്ലോകമാണ്. സത്യേന ബ്രഹ്മചര്യേണ സർവദാ ശ്രവണം മതം അശക്യത്വാത് കലൗ ബോധ്യോ വിശേഷോത്ര ശുകാജ്ഞയാ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭാഗവതം എപ്പോഴാണ് വായിക്കേണ്ടത് എന്നുള്ള നമ്മുടെ ആ ഒരു സംശയ നിവാരണമായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ, ഇനി ഇതിൽ എങ്ങനെയാണ്, അതിനെന്തൊക്കെയാണ് വ്യക്തിപരമായിട്ട് നമ്മൾ പാലിക്കേണ്ടത് എന്നാണ് പറഞ്ഞു തരുന്നത്. സത്യേന എന്ന് പറഞ്ഞാൽ ഈ ഒരു സത്യഭാഷണം അഥവാ ഈ ഭാഗവത കഥയുടെ ഒരു നേർക്കാഴ്ച, എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പരമമായ സത്യം. കാരണം ഈ ഒരു പരമമായ സത്യത്തിലാണ് ജീവിതം നിലനിൽക്കുന്നത്. അഥവാ ജീവിതത്തിൽ സത്യം നിലനിർത്തണമെങ്കിൽ ഇതിനുള്ളിൽ കുടിയിരിക്കുന്ന ആ പരമമായ സത്യത്തെ നമ്മൾ അറിയണം. അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിതത്തിൽ ആ ഒരു സത്യം പരിപാലിച്ചു കൊണ്ടിരിക്കണം. അഥവാ ആ സത്യത്തിൻ്റെ പാതയിൽ നിന്നും നമ്മളെപ്പോഴും സത്മാർഗത്തിൽ അല്ലെങ്കിൽ സത്സംഗത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ യാതൊരു അനാവശ്യ ചിന്തകളും വരാറില്ല അല്ലേ. പലപ്പോഴും ആ കഥ മനനം ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മൾ കേൾക്കുന്നതൊക്കെ ഒരു സത്സംഗത്തിൽ കേൾക്കുന്ന ഇങ്ങനെ മനസ്സിലിട്ട് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അരുതാത്ത യാതൊരു ചിന്തകളും വരില്ല. പക്ഷേ അതിൽ നിന്ന് വിട്ടുപോയി കഴിയുമ്പോഴാട്ടെ വീണ്ടും നമ്മളൊക്കെ പലപ്പോഴും അരുതാത്ത ചിന്തകളുടെയൊക്കെ പിടിയിൽ വീണു പോകാറുണ്ട്. ഇതേപോലെ ആ ഒരു സന്മാർഗത്തിലൂടെ ചരിക്കണം. പിന്നെയോ ബ്രഹ്മചര്യേണ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും സ്ത്രീ സംഘം ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. അഥവാ ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി. ഇവിടെ ഇത് പറയാൻ കാരണം ഈ ലൗകികമായ വിഷയങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരാളിന് ഇതുപോലെയുള്ള ഒരു സൽക്കർമ്മം ചെയ്യുന്നതിൽ അവരുടെ മനസ്സിനെ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മനസ്സെപ്പോഴും ഇതുപോലെയുള്ള വിഷയസുഖങ്ങളിൽ മുഴുകി നിൽക്കും, അല്ലെങ്കിൽ അതിനോടറിയാതെ മനസ്സങ്ങനെ അതിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള സത്തായിട്ടുള്ള കാര്യങ്ങളിൽ മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. തന്നെയുമല്ല, നമുക്ക് പറഞ്ഞിട്ടുള്ള ഈ ലൗകികമായ കാര്യങ്ങളൊക്കെയും അതിനൊക്കെ ചില ഉദ്ദേശ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. നമുക്ക് മൈഥുനം നിഷിദ്ധമല്ല, പക്ഷേ അത് അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, പ്രജാസൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ തന്നെ മുഴുകി കഴിയുന്ന ഒരാളിന് ആ ശരീരസുഖത്തിൽ നിന്നും വിട്ടുവരിക ബുദ്ധിമുട്ടാണ്. ആത്മീയമായി ഉള്ളിൽ അനുഭവിക്കേണ്ട പരമാനന്ദത്തെ അറിയാതെ വെറുമൊരു മൃഗതുല്യമായി ജീവിക്കുന്നവരെ പോലെ ആകരുത്. പകരം ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനോരോന്നിനും, അത് അന്നത്തിനായാലും നിദ്രയ്ക്കായാലും അല്ല, നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറുണ്ടെങ്കിൽ 18 മണിക്കൂറും ഉറങ്ങിക്കളഞ്ഞാൽ അതുകൊണ്ട് നഷ്ടം നമുക്ക് തന്നെയാണ്. നമ്മുടെ വിലയേറിയ ഓരോ നിമിഷവും ഈ ഭാഗവതത്തെ അറിയാൻ, ഭഗവാനെ അറിയാൻ, ഭഗവത് വിചാരത്തിനായി നീക്കിവെക്കേണ്ട സമയം ഇങ്ങനെ വെറുതെ നിദ്രയ്ക്ക് വേണ്ടിയിട്ടും അന്നത്തിന് വേണ്ടിയിട്ടും മൈഥുനത്തിന് വേണ്ടിയിട്ടും മാറ്റിവെക്കാതെ, അതുകൊണ്ടാണ് പറഞ്ഞത് ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി സർവദാ ശ്രവണം മതം. സർവദ എന്ന് പറഞ്ഞാൽ എപ്പോഴും, ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കണം. ഈ ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുമ്പോൾ പൂർണ്ണമായും ഒരു സദ്ഭാവത്തിൽ മനസ്സിനെ ഇരുത്തുക, ശരീരത്തെ ആ ഭാവത്തിലിരുത്തുക, എന്നിട്ട് കേൾക്കുക എന്നാണ് മതം അഥവാ സജ്ജനാഭിപ്രായം, ജ്ഞാനികളുടെ അഭിപ്രായം.
എന്നിട്ട് പറയാണ് അശക്യത്വാത് കലൗ ബോധ്യോ വിശേഷോത്ര ശുകാജ്ഞയ. അശക്യത്വാത് ശക്തിയില്ലാത്തത് കൊണ്ട്, സാധിക്കാത്തത് കൊണ്ട്, എന്തോ കലൗ ഈ കലിയുഗത്തിൽ ബോധ്യോ എന്ന് പറഞ്ഞാൽ ഈ കലിയുഗത്തിൽ എപ്പോഴും നമുക്ക് സാധിക്കാത്തത് കൊണ്ട്, ബോധ്യ എന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടുത്തി തരികയാണ്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിശേഷോത്ര ശുകാജ്ഞയ, വിശേഷ അത്ര എന്നാണ് വിശേഷോത്ര. വിശേഷ എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായി തന്നെ, അഥവാ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ശുകാജ്ഞയ എന്ന് പറഞ്ഞാൽ ശ്രീശുക മഹർഷിയുടെ ആജ്ഞയാൽ എന്ന് പറഞ്ഞാൽ നിർദ്ദേശത്താൽ, ആ മഹർഷിയാൽ എന്താണോ എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്താ? സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട്, മനസ്സിനെ സദാ സന്മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ട്, പിന്നെയോ ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി ഈ മറ്റുള്ള ഭൗതിക വിഷയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കാതെ അതിൽ നിന്നും മനസ്സിനെ ശരീരത്തിനെ മുക്തമാക്കി ഈ ഭഗവത് കഥയെ കേൾക്കാൻ നമുക്ക് വേണ്ടത് അതാണ്. അതിനൊന്നിനു മാത്രമേ നമുക്ക് പരമമായ സുഖത്തെ തരാൻ കഴിയൂ, ആനന്ദത്തെ തരാൻ കഴിയൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വന്നിരിക്കണം. ഈ ഒരു ഭാഗവത കഥയെ കേൾക്കണം. കാരണം ഈ കലിയുഗത്തിൽ അതെപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. അറിയാതെയെങ്കിലും മനസ്സ് ചിലപ്പോൾ കലി കീഴടക്കിയെന്ന് വരാം അല്ലേ? കലിയുടെ പ്രേരണയാലാണ് നമ്മൾ പലപ്പോഴും ഈ ഭൗതിക വിഷയങ്ങളുടെ പിന്നാലെ പായുന്നത്. അപ്പോൾ അത് എപ്പോഴും സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം ഈ ഭാഗവത കഥയെ കേൾക്കാൻ വന്നിരിക്കുമ്പോഴെങ്കിലും ഈ ഒരു ചര്യ അല്ലെങ്കിൽ ശരീരത്തിനും മനസ്സിനും ഈ ഒരു ഭാവത്തെ കൊണ്ടുവരിക. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ മാത്രമേ അത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുകയുള്ളൂ, അത് പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അത് ശ്രീശുക മഹർഷിയാണ്. കാരണം ശ്രീശുക മഹർഷിക്ക് നല്ല ബോധ്യമുണ്ട് ഈ കലിയുഗത്തിൽ അത്ര എളുപ്പമല്ല ശരീരത്തിനെയും മനസ്സിനെയും ഈ സദ്ഭാവത്തിൽ കൊണ്ടുവന്നുറപ്പിച്ച് നിർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്കിതങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സത്യേന ബ്രഹ്മചര്യേണ സർവദാശ്രവണം മതം അശക്യത്വാത് കലൗ ബോധ്യോ വിശേഷോത്ര ശുകാജ്ഞയാം. ഈ പലപ്പോഴും നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രാരബ്ധങ്ങളാണ് നമ്മളെ കൊണ്ടൊക്കെ പല കർമ്മങ്ങളും ചെയ്യിക്കുന്നത്. പക്ഷെ അപ്പോഴും മനസ്സിൽ കളങ്കമില്ലാതെ ഇരിക്കുക, അതാണ് ഇവിടെ സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം ചില കർമ്മങ്ങൾ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലപ്പോൾ ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരാം അല്ല. ഒരിക്കൽ ഒരു ആചാര്യൻ പറഞ്ഞതുപോലെ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കഥ പറയുന്നുണ്ടായിരുന്നു, ബോംബെയിലോ മറ്റോ ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പരമഭാഗവതനാണ്. ആ ഇറച്ചി വെട്ടുക എന്നുള്ളത് അയാളുടെ പ്രാരബ്ധം കൊണ്ട് അയാൾക്ക് ചെയ്യേണ്ടി വരുന്ന കർമ്മമാണ്. പക്ഷെ അപ്പോഴും മനസ്സ് സദാ ഭഗവത് വിചാരത്തിൽ മനനം ചെയ്തുകൊണ്ടാണ് അയാൾ അത് ചെയ്തിരുന്നത് എന്ന്. അപ്പോൾ മനസ്സിനെ ഭഗവാനോട് ചേർത്ത് വെക്കുക, ആ ഭാവത്തിലേക്ക് മനസ്സിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാഗവത കഥ കേൾക്കാൻ കഴിയട്ടെ, കളങ്കമില്ലാതെ ഇരിക്കട്ടെ മനസ്സിൽ എന്നുള്ളതാണ് ഇവിടെ ആ ഒരു സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രാരബ്ധങ്ങളാണ് നമ്മളെ ഓരോ കർമ്മപന്ഥാവിലേക്ക് നയിക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊട്ട് പിന്തിരിഞ്ഞു പോകാനും കഴിയില്ല. കാരണം അത് നമ്മൾ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പ്രാരബ്ധത്തിൻ്റെ നിശ്ചയമാണത്. പക്ഷേ അവിടെയും ഉള്ളിൽ ഭഗവാനെ എപ്പോഴും നിറച്ചു വെക്കാൻ നമുക്കൊക്കെ കഴിയുമാറാകട്ടെ. ഇനി ആ ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അശക്യത്വാത്, അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ അതേപോലെ വിശേഷോത്ര, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഓകാരം നീട്ടിയെടുക്കുക. അതേപോലെ ശുകാജ്ഞയ, ശുക ആജ്ഞയാണ്, അതുകൊണ്ട് ശുകാജ്ഞയ, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 47-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.